ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കണമെന്ന് കരുതിയതല്ല. ഇന്നൊരു ദിവസം ഓഫാണല്ലോ, അപ്പം മെല്ലെ എഴുന്നേറ്റാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കെട്ടിയോൻ എന്നെ രാവിലെ എഴുന്നേൽപ്പിച്ചു. രാവിലെ ജിസേൻ്റെ ജോലിക്ക് പോകാനുണ്ടായിരുന്നു, അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു. ഓക്കെ, എഴുന്നേറ്റതല്ലേ, എന്നാൽ പിന്നെ കുറച്ച് സെൽഫ് കെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഓയിൽ പുള്ളിങ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ. ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്നതും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ തീരുമാനിച്ചു എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാം. ഒരു ടോസ്റ്റും എഗ്ഗും ഒക്കെ ആയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പ്ലസ് ഓംലെറ്റ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല, ചുമ്മാ മുട്ട ഒഴിച്ച് ഇച്ചിരി ഉപ്പും മുളകും ഇട്ടിട്ട് ഒരു സാധനം. പിന്നെ ടോസ്റ്റ് വെച്ച് അതിൻ്റെ അകത്ത് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വൈകുന്നേരം കുക്ക് ചെയ്യാനുള്ള മുട്ടക്കറിക്കുള്ള മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. മൾട്ടി ടാസ്കിങ്. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ എത്ര അടുപ്പുണ്ടോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. ഇന്ന് മാക്സിമം പറ്റിയില്ലെങ്കിലും ഞാൻ എന്നെ പരമാവധി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചായ, അതെനിക്കൊരു വികാരമാണ്. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ നല്ല ഏലക്കായൊക്കെ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചായ ഉണ്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ടോസ്റ്റും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുക, എന്നാൽ പിന്നെ ആ ചായയും കൂടെ ആവട്ടെ എന്ന് കയറി ഞാൻ ചായ റെഡിയാക്കുക. പൂനെയിൽ പഠിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായയോട് ഭയങ്കര ഇഷ്ടം. എന്നാൽ എനിക്ക് മസാല ചായ ഇഷ്ടമില്ല കേട്ടോ. ഈ ഇഞ്ചി ഇട്ടിട്ടുള്ള മസാല ചായ ഇല്ലേ, അതെനിക്കിഷ്ടമില്ല. എനിക്ക് മധുരമുള്ള ചായയാണ് ഇഷ്ടം. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ടോസ്റ്റ്, അവോക്കാഡോ, ഓംലെറ്റ്, ബാക്കി വന്ന കുറച്ച് അവോക്കാഡോ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഒരു ഇച്ചിരി ചായയും. പിന്നെ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് ഞാൻ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തുണി മടക്കി വെക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളും നടക്കുമല്ലോ. അപ്പോൾ ഞാൻ കൊച്ചിനെ ഫോൺ വിളിച്ച് തുണിയും മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണേ. ഒളിച്ചേ കണ്ടേ വൈ അഗിയമോളുടെ പല്ലെന്തി പല്ല് കമ്മലാണോ? മാല മാല എന്തി മാല മാല അത് ഉടുപ്പ് ഉടുപ്പ് പല്ലെന്തി പല്ല് പല്ല്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ പോയി. ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നത്. മെയിനായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഫോൺ നോക്കിയതാണ് പ്രശ്നം പറ്റിയത്. പട്ടസാരല്ല പറഞ്ഞതിനെ പറ്റി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ തുണി മടക്കി വെക്കാൻ കുറച്ച് തുണി സോർട്ട് ചെയ്തു. തുണി മടക്കി വെക്കൽ ആക്ച്വലി ഒരു കുഞ്ഞ് പ്രോസസ്സ് അല്ല. ആദ്യം തുണി നമ്മൾ സോർട്ട് ചെയ്യണം, ഏത് മുറി പോകണം, എവിടെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഓരോരോ സ്ഥലത്തേക്കുള്ളത് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ സോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അത് അവിടെ കൊണ്ടുവച്ചില്ല, പക്ഷേ അതായത് സ്ഥലങ്ങളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് അവിടെ വെച്ചു, മുകളിലോട്ട് റൂമിലോട്ട് കൊണ്ടുവരാണ്ട് കുറച്ചും കൂടി കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും മടിയൊക്കെ. അപ്പോൾ ഞാൻ ഓക്കെ ശരി, ഇനി ഒന്നും ചെയ്യേണ്ട, ഇനി ഒരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചില ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ സിനിമ കണ്ട് അങ്ങ് പോകും. അങ്ങനെ കുറേ നാൾ അങ്ങനെ ഞാൻ ദിവസങ്ങൾ വേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി മുതൽ സിനിമ കാണണമെങ്കിൽ ഞാൻ ഓഫുള്ള ദിവസം ഞാൻ 5 മണിക്ക് സിനിമ കാണുള്ളൂ. അപ്പോൾ 5 മണി വരെ എന്തായാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് വേറെ വർക്കുകൾ ചെയ്യാമല്ലോ, എനിക്ക് സിനിമ കാണാൻ പറ്റില്ല, അപ്പോൾ ടൈം വേസ്റ്റ് ആകത്തില്ല. ഞാൻ സിനിമ കാണും, പക്ഷേ 5 മണിക്ക് കാണുള്ളൂ. അങ്ങനെ തീരുമാനം. അതാകുമ്പോൾ 5 മണിക്ക് തുടങ്ങി 7 മണി 8 മണിയാകുമ്പോൾ തീരും. അപ്പോഴത്തേക്ക് ഡിസൈഡ് വരും. പിന്നെ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പൊക്കോളും, വേറെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ കണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ടെപ്പ് യൂസ്ഫുൾ ആവുമായിരിക്കും. അങ്ങനെ ആരെങ്കിലും അടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചു വന്നു. ഞാൻ സിനിമ കാണാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് 5 മണിക്ക് കാണാൻ പറ്റില്ല, കാരണം 7:30 ആകുമ്പോൾ പള്ളിയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിനിമ കാണേണ്ടത് കാരണം അങ്ങനെ വന്നാലും ഞാൻ ചിലപ്പോൾ സിനിമ കണ്ടങ്ങ് നീണ്ടു പോകും, എനിക്കെന്നറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തീരുമാനിച്ചു എനിക്ക് കുറച്ച് ക്ലാസ്സുകൾ കാണാനുണ്ട്. ഒരു സോഷ്യൽ മീഡിയ പ്ലാനും സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കാനുണ്ട്, അത് ചെയ്യും. പിന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് ഞാൻ പഠിച്ചെടുക്കാൻ ഇരിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് വേറെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുകളിൽ ഭയങ്കര പ്രഷർ എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്കെന്നെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ ഡേ ഇൻ മൈ ലൈഫ് എഡിറ്റ് ചെയ്യാനിരിക്കുന്നു. അത് ഓക്കെ ആയിട്ട് പിന്നെ ഫ്യൂച്ചറിൽ മുമ്പോട്ട് നന്നായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് ഷോർട്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാലോ, അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കാണാം. ഇനി ആ സമയം സിനിമ കാണാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ തുണി തേക്കാനുണ്ട്, തുണി കുറച്ച് എടുത്ത് വെക്കാനുണ്ട്, ഇതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സിനിമ കാണുള്ളൂ. ചിലപ്പോൾ സിനിമ കണ്ടെങ്കിൽ നീണ്ടു പോയേക്കാം. ഞാൻ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പഠിത്തമായിരിക്കും, വേറെ ഒന്നിനെപ്പറ്റി ശ്രദ്ധിക്കില്ല. വിശന്നാലും ദാഹിച്ചാലും ചിലപ്പോൾ അവിടെ നിന്ന് മാറിയെന്നേ വരില്ല. എൻ്റെ മുഖം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ വീഡിയോയ്ക്കകത്ത്. ഇത്രയ്ക്ക് സീരിയസ് ആയിട്ടാണോ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഇതിൻ്റെ സ്ഥായി ഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കാര്യമായിട്ട് പഠിക്കുകയാണ്. പഠിത്തത്തിൽ മുഴുകിയിട്ട് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇത് കഴിയാതെ ഞാനിവിടെ നിന്ന് എഴുന്നേക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞു. ഞാൻ ഒത്തിരി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നി. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും ഇതുപോലെയാണോ? കുത്തിയിരുന്ന് പഠിക്കലാണോ? വർക്ക് മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനൊരു റെഡിമെയ്ഡ് ചിക്കൻ കറി കഴിക്കുവാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് വാങ്ങുന്നു, ഇങ്ങനെ പാത്രത്തിനകത്തോട്ട് വെക്കുന്നു, മൈക്രോവേവിൽ വെക്കുന്നു. പാത്രത്തിലൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ.
ഞാൻ എന്താ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്ലേറ്റിൽ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം. ക്ലാസ് കണ്ട് ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് മുഴുകിപ്പോയി. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സാധനം ഡീക്ലട്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമില്ലാത്തൊരു ടേബിൾ ലാമ്പ്. ഞാൻ ടേബിൾ ലാമ്പ് യൂസ് ചെയ്യാറില്ല, പിന്നെ ഭംഗിക്ക് വേണ്ടി അവിടെ വെക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെടുക്കാൻ ഒരാൾ വന്നായിരുന്നു, അവർക്കത് കൊടുത്തു. ഞങ്ങൾക്കിവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഞാനിട്ടപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു. കുറച്ച് മെഴുകുതിരി സ്റ്റാൻഡും ടേബിൾ ലാമ്പും കൊടുത്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു വിശക്കുന്നുണ്ടല്ലോ ഫുഡ് കഴിക്കുന്നത്. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് പെസഹവ്യാഴമാണല്ലോ, ഞാൻ ഈ ആഴ്ച മൊത്തം നോമ്പാണല്ലോ എന്ന്. ചിക്കൻ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത് തിരിച്ച് കയറ്റി വെക്കുക. ഇത് ഞാൻ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് ഞായറാഴ്ച കഴിക്കും. ഞാൻ ബാച്ച് കുക്കിങ്ങാണ് ചെയ്യാറെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ 2-3 ദിവസത്തേക്കുള്ള ഫുഡ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ കുറുമ ഒഴിവായ സ്ഥിതിക്ക് ഇനി പുട്ടും പയറുകറി മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ ഞാൻ പുട്ടും പയറുകറിയും എടുത്തിട്ട് പാത്രത്തിലാക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം തളിക്കും അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. വെള്ളം തളിച്ചിട്ട് വേണം മൈക്രോവേവിനകത്ത് വെക്കാൻ. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ഓൺ ദ സ്റ്റേജ്, പുട്ടും പയറുകറിയും. ഇത്രയും സ്പീഡിൽ ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഞാൻ ആക്ച്വലി ഒരു സ്ലോ ഈറ്ററാണ്. യെസ്, ഐ എം ബാക്ക് ഇൻ മൈ റൂമിൽ തിരിച്ചെത്തി. സമയം കുറച്ചായി. എനിക്ക് 4 മണിയാകുമ്പോൾ കുക്കിംഗ് തുടങ്ങണം. എനിക്കിന്ന് എഗ്ഗ് കറി ഉണ്ടാക്കാനുണ്ട്, പിന്നെ പെസഹ പാൽ ഉണ്ടാക്കാൻ. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഗോൾ. കാരണം വേറെ കറി ഇരിപ്പില്ല. ചേട്ടൻ ആണ് പയറുകറി ഉണ്ടാക്കി വെച്ചത്. സോ എനിക്കിന്ന് മുട്ടക്കറി ഉണ്ടാക്കി വെക്കണം, നാളെ പനീർ കറി ഉണ്ടാക്കി വെക്കണം. ഓക്കെ, എനിവേസ് അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഗോൾസ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്ട്രാറ്റജി, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എങ്കിലും ഞാൻ റെഡിയാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അങ്ങനെ സിനിമ കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇന്നത്തെ ദിവസം സിനിമ കാണാതെ പോകുന്ന എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ മൾട്ടി ടാസ്ക് ചെയ്യാൻ പോവാണ്. ഒരു സൈഡിൽ സിനിമ കാണും, ഒരു സൈഡിൽ സോഷ്യൽ മീഡിയ പ്ലാൻ ഉണ്ടാക്കും. വിജയിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ നെറ്റ്ഫ്ലിക്സുകാരോട് ഒരു ചോദ്യം, നിങ്ങൾക്കറിയാൻ പാടില്ലേ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് മലയാളികളാണെന്ന്? പിന്നെ ഇംഗ്ലീഷ് സിനിമയുടെ സബ്ടൈറ്റിലൊക്കെ നിങ്ങൾ തമിഴിലും തെലുങ്കിലും മാത്രം കൊടുക്കുന്നത് എന്താ? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം, ആൾക്കാരോ കാരണം എനിക്ക് എൻ്റെ കെട്ടിയവൻ്റെ കൂടി ഇരുന്നിട്ട് ഇംഗ്ലീഷ് സിനിമ കാണാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കെട്ടിയവൻ ഇംഗ്ലീഷ് സിനിമയാണെങ്കിൽ ഏത് സിനിമയാണെങ്കിലും മലയാളത്തിൽ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് സിനിമ കാണേണ്ട അവസ്ഥയായിപ്പോൾ. അറിയോ, ഞാനാണ് കുറച്ച് ദിവസമായിട്ട് സിനിമ കാണാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാണുവാണ്. തമിഴ് കാണണം, കാരണം മലയാളം ഇല്ലല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഞാനതൊക്കെ കണ്ടേ നിങ്ങൾ പോയി സിനിമ കാണട്ടാ. ഇടയ്ക്ക് നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹെൽത്തി ഈറ്റിംഗ് ആണ് എനിക്കിഷ്ടം. പക്ഷേ സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവും. സിനിമ കാണുന്നതാണ് എൻ്റെ സ്ട്രെസ് ബസ്റ്റർ. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അത് ചോക്ലേറ്റ് ആണെങ്കിൽ അത്ര ഇഷ്ടം. പണ്ട് നാട്ടിൽ നിന്ന് കടല വാങ്ങിച്ചുകൊണ്ട് വന്ന് അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമുക്കും കുറച്ച് എക്സ്ക്യൂസും ഒക്കെ കൊടുക്കണ്ടേ. എനിക്ക് മനസ്സിലായിടത്തോളം ഒരു 80-20 പ്രിൻസിപ്പൾ ഫോളോ ചെയ്യുന്ന ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 80% ഹെൽത്തി ഫുഡ്, 20% നമുക്കിഷ്ടമുള്ള ഫുഡ്. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും ഏകദേശം റെഡിയായി. ഇൻസ്റ്റാഗ്രാമിലുള്ള മാത്രമേ റെഡി ആയിട്ടുള്ളൂ, ബാക്കിയുള്ള ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ കുക്കിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കണം. റെസിപ്പി, പെസാപ്പാൻ്റെ റെസിപ്പി ഒന്നുകൂടെ നോക്കിയിട്ട് ലെറ്റ് സ്റ്റാർട്ട്. ആൻഡ് മുട്ടക്കറി. അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നു, റെഡിയാവുന്നു, പള്ളി പോകുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതെൻ്റെ ഈസി പെസഹാപ്പാൽ റെസിപ്പിയാണ് കേട്ടോ. ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ട് റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് ഞാൻ എടുക്കും. അപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് എമൗണ്ടിലോട്ട് ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിച്ച് അത് ഞാൻ 2ാം പാലാക്കി മാറ്റും. അങ്ങനെ 2ാം പാലും ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് പെസഹ പാൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അത് കുറുകി വന്നു കഴിയുമ്പോൾ 1ാം പാൽ എന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2ാം പാലിന് പകരം കോക്കനട്ട് മിൽക്കിനകത്തോട്ട് ഈക്വൽ എമൗണ്ട് വാട്ടർ ആഡ് ചെയ്യും. 1ാം പാലിന് വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് അങ്ങനെ ആഡ് ചെയ്യും. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ പെസഹ പാൽ റെഡിയായി. ഇന്ന് 17/4/2025. ഞാൻ എന്നും ഈ ദിവസം ഓർക്കണം. കാരണം ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കണത്. പണ്ടൊക്കെ പള്ളിയിൽ കാലുകഴുകൽ ശുശ്രൂഷയുണ്ട് പെസഹവ്യാഴത്തിന്. പക്ഷേ ഈ ആണുങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യിക്കത്തുള്ളൂ. അങ്ങനെ ആണുങ്ങൾ മാത്രമേ അങ്ങനെ കാല് കഴുകുള്ളൂ. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും അവരെന്ത് ഭാഗ്യവാന്മാരാന്നൊക്കെ. ഇപ്രാവശ്യം എൻ്റെ കാല് കഴുകാൻ പോവാണ്.
ഇതിൽ പല സന്തോഷം എനിക്ക് വരാനില്ല ഇനി ജീവിതത്തിൽ. ഒരാൾക്ക് എങ്ങനെയാണല്ലേ ഇത്ര അൺകണ്ടീഷണലായിട്ട് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്? അതാണ് എനിക്ക് എപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ തോന്നാറ്. നമ്മൾ എത്ര പള്ളിയിൽ പോയില്ലെങ്കിലും എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും ഈശോ നമ്മളെ ഒരുപാട് സ്നേഹിക്കും. അങ്ങനെ ഒരുപാട് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലായതും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നതും. ദൈവം എന്നെ ഉള്ളം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീട്ടിൽ പെസഹ ആചരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര വേണ്ടപ്പെട്ടൊരു ഫാമിലിയുണ്ട്. എപ്പോഴും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഓടി വരുന്ന ഒരു ഫാമിലിയുണ്ട്. അവർ ഞങ്ങളെ പെസഹയ്ക്ക് ക്ഷണിച്ചായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ പെസഹ ആഘോഷിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പെസഹ ആഘോഷിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാതെ അതൊന്നും പ്ലാൻ ചെയ്യാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ദിവസം വേസ്റ്റായി പോകും. സോ പ്ലാനിങ് ഈസ് എ മസ്റ്റ്. എൻ്റെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.